Hello friends, welcome back to the brand new episode of EduTech. ഇന്നത്തെ നമ്മളുടെ വീഡിയോയിലൂടെ നമ്മൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനെ കുറിച്ചാണ് പറയുന്നത്. കുറച്ച് പേർക്കൊക്കെ മനസ്സിലാവുന്നുണ്ട് ലേറ്റസ്റ്റ് ആയിട്ട് വരാൻ പോകുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അതിൻ്റെ പേര് Bev Q. അതായത് ക്യൂ നിൽക്കാതെ ബിവറേജസിൽ നിന്നും മദ്യം വാങ്ങാനുള്ള ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറങ്ങാൻ വരുന്ന ഒരു ആപ്ലിക്കേഷനാണ് Bev Q. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പറയുന്നത്. അതിനു മുമ്പായിട്ട് ഇപ്പോൾ നമ്മളുടെ കേരള സർക്കാർ മദ്യഷോപ്പ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മൾ കുറച്ച് അതർ സംസ്ഥാനങ്ങൾ ഇത് തുറന്നിരുന്നു. അപ്പോൾ നിങ്ങൾ അവിടുത്തെ ക്യൂവും കാര്യങ്ങളൊക്കെ കണ്ടതാണ്. എന്നാ വലിയ ക്യൂ ആയിരുന്നു അവിടെ. ഈ ക്യൂവും കാര്യങ്ങളൊക്കെ കുറയ്ക്കാനായിട്ടാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഗവൺമെൻറ് ഇറക്കിയിരിക്കുന്നത്. അതായത് ഈ Bev Q എന്നൊരു ആപ്ലിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ ഈ ഒരു നീണ്ടു നിവർന്ന് നിൽക്കുന്ന ക്യൂ കുറയ്ക്കാനായിട്ടാണ്. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് സോഷ്യൽ ഡിസ്റ്റൻസിങ്, അതായത് സോഷ്യൽ ഡിസ്റ്റൻസിങ് എന്ന കാര്യം അവിടെ വരികയാണ്. ഇത്രയും വലിയ ക്യൂ ഒക്കെ കുറച്ച് കഴിയുമ്പോൾ അപ്പോൾ നമ്മുടെ സർക്കാർ ചിന്തിച്ചു, ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടോ ഇങ്ങനെ പോയി ക്യൂ നിന്ന് വാങ്ങാനും. അപ്പോൾ അവിടെ സോഷ്യൽ ഡിസ്റ്റൻസിങ് ഉണ്ടാവില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്ത് ആപ്ലിക്കേഷൻ വന്നതിന് ശേഷം മാത്രമേ തുറക്കുകയുള്ളൂ എന്നൊരു തീരുമാനം എടുത്തത്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് പറയുമ്പോൾ, ഈ ഒരു ആപ്ലിക്കേഷൻ ഒരിക്കലും നിങ്ങൾക്ക് ഇതിലൂടെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആമസോണും അതുപോലെ ഫ്ലിപ്കാർട്ടും പോലെ വീട്ടിൽ കൊണ്ടുവന്ന് തരില്ല, നിങ്ങൾ തന്നെ പോയി വാങ്ങേണ്ടതായിട്ട് വരും. ഇതിൻ്റെ ഒരു ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലൂടെ നമ്മൾ ബുക്ക് ചെയ്യുമ്പോൾ ഒരു ടോക്കൺ നമ്പറും അതുപോലെ തന്നെ അത് പോയി വാങ്ങാനുള്ള സമയവും നമുക്ക് ലഭിക്കും. നമ്മൾ തന്നെ പെട്രോൾ കത്തിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ വണ്ടിയൊക്കെ വിളിച്ച് അവിടെ പോയി ആ സമയത്ത് പോയി ആ സാധനം വാങ്ങിക്കൊണ്ടു വരാം. അതുപോലെ തന്നെ മുൻകൂറായിട്ട് യാതൊരുവിധ പേയ്മെൻറ്റും കൊടുക്കാനുള്ള ഓപ്ഷനും നിലവിലില്ല എന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചത്. അതുപോലെ നമ്മൾ അവിടെ ചെന്ന് ഇപ്പം നിങ്ങൾ ഈ ടെക് ട്രാവൽ ഈറ്റിൻ്റെ വീഡിയോസ് ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ട്രാവലിംഗ് വീഡിയോസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അവിടെ ഈ ടോൾ എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എൻ്റർ ചെയ്യാൻ നേരത്ത് അവിടെ ഒരു മെഷീൻ വെച്ചിട്ടുണ്ടാവും. മെഷീൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ടോക്കൺ കിട്ടും. ഈ ടോക്കൺ നമ്മൾ എക്സിസ്റ്റ് ചെയ്യണ സമയത്ത് അവിടെ എക്സിറ്റ് ചെയ്യണ സമയത്ത് അവിടെ കൊണ്ടുപോയി കൊടുക്കുക. അവിടെ കൊണ്ടുപോയി കൊടുത്തു കഴിയുമ്പോൾ അവിടെയാണ് പേയ്മെൻറ്റ് എടുത്തത്. അതേ സിസ്റ്റം പോലെ തന്നെയാണ് ഇത്. ഇപ്പം നമ്മൾ ഇതിലൂടെ ബുക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ടോക്കൺ എന്ന് പറയുന്ന സാധനം കിട്ടും. ഈ ടോക്കൺ കൊണ്ട് നമ്മൾ അവിടെ ചെന്നിട്ട് അവിടെ ടോക്കൺ നമ്പറൊക്കെ കാണിച്ചു കൊടുത്തിട്ട് അവിടെ പേയ്മെൻറ്റ് കൊടുത്തിട്ട് അവിടെ തന്നെ സാധനം വാങ്ങിച്ച് നമ്മൾ തിരിച്ചു വരണം. ഇതാണ് പരിപാടി. ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾ അടുത്തുള്ള ഔട്ട്ലെറ്റ് ഏതാണെന്ന് പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്യാം എവിടെ നിന്ന് വാങ്ങണമെന്ന്. അപ്പോൾ നിങ്ങൾ ഇത് രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾ മൊബൈൽ നമ്പറും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കണം. അപ്പോൾ ഈ ഒരു രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇതിൻ്റെ ടോക്കൺ നമ്പറും അതുപോലെ നിങ്ങൾ പോയി വാങ്ങേണ്ട സമയവും കാര്യങ്ങളൊക്കെ വരും. ഈ ഒരു സമയത്തിനനുസരിച്ച് അവിടെ പോയി വാങ്ങണം എന്നുള്ളതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഉപയോഗം. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഓരോരുത്തർക്കും ഓരോ സമയം കൊടുക്കുകയുള്ളൂ. അപ്പോൾ ആ സമയത്ത് അവിടെ ചെന്നാൽ മതി. അങ്ങനെ അവിടുത്തെ ടൈമും കാര്യങ്ങളൊക്കെ ലാഭിക്കാൻ പറ്റും. അതുപോലെ തന്നെ ക്യൂ ഒക്കെ ലഭിക്കാൻ പറ്റും. വലിയ നീണ്ടു നിവർന്ന ക്യൂ ഒന്നും നിൽക്കേണ്ട കാര്യമില്ല. ഓക്കെ, സോ ഇറ്റ്സ് ഗോയിങ് ടു ബി സിമ്പിൾ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിന് ആമസോണും ഫ്ലിപ്കാർട്ടും പോലെയുള്ള ഹോം ഡെലിവറി ഉണ്ടാകില്ല. പിന്നെ 21 വയസ്സ് പൂർത്തിയായവർക്ക് മാത്രമേ ഈ ഒരു ആപ്ലിക്കേഷനൂടെ ബുക്ക് ചെയ്ത് വാങ്ങാനായിട്ട് പറ്റുള്ളൂ. നിലവിൽ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ മറ്റേ ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇതിൻ്റെ സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണമല്ലോ, കാരണം ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതല്ലേ. അപ്പോൾ സെക്യൂരിറ്റി ഒക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞ് മാത്രമേ ഈ ഒരു ആപ്ലിക്കേഷൻ ലഭ്യമാകുള്ളൂ. ഇന്ന് ഈ ആപ്ലിക്കേഷൻ ലഭ്യമാകുമെന്നാണ് നമുക്ക് ഒരു ചെറിയ അറിയിപ്പും കാര്യങ്ങളൊക്കെ ലഭിച്ചത്. അതായത് ഇന്ന് 23-ാം തീയതി ഇന്ന് കിട്ടുമെന്നാണ് പറഞ്ഞത്. പക്ഷേ നിലവിൽ ഈ ഒരു ആപ്ലിക്കേഷൻ വന്നിട്ടില്ല. പിന്നെ ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തത് എറണാകുളത്തുള്ള ഒരു പ്രൈവറ്റ് ഫെയിമാണ് നമ്മുടെ ഗവൺമെൻറ്റിന് വേണ്ടി ഡെവലപ്പ് ചെയ്ത് കൊടുത്തത്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. അപ്പോൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലൂടെ നമുക്ക് ബുക്ക് ചെയ്യാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ബുക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ടോക്കണും കിട്ടും, അതിൻ്റെ കൂടെ ഒരു ടൈമും കിട്ടും. ആ ടൈമിൽ പോയി നമ്മൾ വാങ്ങാം, അല്ലാതെ ഒരിക്കലും വീട്ടിൽ കൊണ്ട് തരില്ല. അതുപോലെ തന്നെ മുൻകൂട്ടി ക്യാഷ് കൊടുക്കാനുള്ള പരിപാടികളും കാര്യങ്ങളൊന്നുമില്ല. ഇതിലൂടെ ജസ്റ്റ് നമ്മൾക്ക് നമ്മുടെ അടുത്തുള്ള ഏത് ബിവറേജ് ഔട്ട്ലെറ്റിൽ വാങ്ങണോ അവിടെ അവിടെ നിന്ന് നമുക്ക് സെറ്റ് ചെയ്ത് ടൈമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് അവിടെ തന്നെ പോയി വാങ്ങേണ്ടതായിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് പെട്രോൾ അടിച്ച് അവിടെ തന്നെ പോയി വാങ്ങേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ഈ ഒരു ആപ്ലിക്കേഷന് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, കൂടെ ബെൽ ഐക്കൺ കൂടെ എനേബിൾ ചെയ്യണം. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണുമ്പോൾ ഇറ്റ്സ് മീ EduTech സൈനിങ് ഓഫ്.